കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ അടുത്ത ആഴ്ച ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ആദർശമായിട്ട് റെട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് വേണി. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ശങ്കർ ഗൗരിനെ സംശയിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ തങ്കച്ചിയുടെ മഹാദേവന്റെ ഒക്കെ ഗൂഢതന്ത്രങ്ങളാണ് അതിന്റെ പുറയില്. ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കമലനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് മഹാദേവനും തങ്കച്ചിയൊക്കെ ചേർന്നിട്ട്. ഒരു കുഞ്ഞിനെ തരാൻ നിനക്ക് കഴിവില്ല, ഇനിയിപ്പോ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് യോഗ്യത ഇല്ലെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വെറുതെ വിടാനായിട്ട് ഗൗരി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഗൗരി എന്ത് ചെയ്യുവാണ്, നേരെ ഹർഷം വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വക്കീല് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഒരാളെ പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. കമല ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ കൊടുത്തു വേണം പറഞ്ഞു വിടാനെന്നൊക്കെ പറയണം. ഗൗരിക്ക് സമാധാനമായി. അങ്ങനെ കമല ഇറങ്ങിപ്പോയതിനു ശേഷം ഗൗരിയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ശങ്കരോട് 2-3 വട്ടം പറഞ്ഞു എങ്ങനെയും കമലടുത്തെ തിരിച്ചു കയറ്റിക്കൊണ്ട് വേണമെന്ന്. പക്ഷെ ശങ്കർ അതിനെ ഒരുക്കമല്ലായിരുന്നു. അച്ഛനും അമ്മേനും ധിക്കരിച്ച് ഒന്നും ചെയ്യാനായിട്ട് ശങ്കർ ഒരുങ്ങിയില്ല. പിന്നീട് ഗൗരിക്ക് വേണ്ടിയിട്ട് അല്ല, കമലയ്ക്ക് വേണ്ടി ഗൗരി തന്നെ പോരാടുവാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹാദേവൻ തങ്കച്ചിക്ക് സഹിച്ചില്ല. അവരെന്ത് ചെയ്യാണ്, ഗൗരിക്കെതിരെ ഓരോ കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുകയാണ്. ഗൗരി നീ ഇല്ലാത്ത സമയത്ത് പുറത്തു പോകുന്നുണ്ട്, ആരെ കാണാൻ എന്തിനു വേണ്ടിയെന്ന് അറിയത്തില്ല, അറിയാലോ ആ ദുരുമനുമായിട്ട് മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ശങ്കറെ. അവസാനം നിനക്ക് നാണക്കേട് മാത്രമേ മിച്ചം ഉണ്ടാവുള്ളൂ, നിന്റെ ഭാര്യ പൊടിയും തട്ടി ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരിയെ വെച്ചിട്ട് ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയാണ്. കുറെ പായി കഴിയുമ്പോഴത്തേനും ശങ്കറിനും അങ്ങനെ സംശയങ്ങളൊക്കെ തോന്നുവാണ്. താനല്ലാതെ ഗൗരി എന്തിനാ പുറത്തു പോണേ, അതോ തന്നോടൊന്നും പറയാതെ അവള് പോകുന്നേ. അത് കമലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, കമലയുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ടാണ് ഗൗരി പോയിരുന്നേ. ഇതൊക്കെ ശങ്കറിനോട് പറഞ്ഞിട്ട് ശങ്കറൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എന്നോടല്ലേ നീ പറയണ്ടേ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരോടും പറയണ്ടേ. ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല, നീ കമലയിടത്തിനെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരുന്നേ. ഇതിന്റെ പേരും പറഞ്ഞ് ഗൗരിയും ശങ്കറും തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഡൈനിങ് റൂമിൽ വെച്ചിട്ട് വഴക്കുകളൊക്കെ ഉണ്ടായി കഴിയുമ്പം തങ്കച്ചിക്കും മഹാദേവനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ തമ്മിൽ ഉടക്കി പിരിയുക, അത് മാത്രമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം അങ്ങനെ പകുതി നിറവേറിയിരിക്കുകയാണ്. ഈ സമയത്ത് ഗൗരിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ശങ്കർ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പഴയ പോലുള്ള സ്നേഹമൊന്നും ഗൗരിയോട് കാണിക്കുന്നില്ല ശങ്കർ. അതൊക്കെ ഓർത്ത് ചെയ്യുമ്പോഴും ഗൗരിക്ക് സങ്കടമാണ്. എന്താ ശങ്കർ ഇങ്ങനെ, താൻ ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് നല്ലതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത അതുപോലെ ശങ്കറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് ഗൗരിക്ക് വിഷമമാവുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വേണിയാണെങ്കിൽ താൻ പിടിച്ചിടം കൊണ്ട് പോകുകയുള്ളെന്നുള്ള ചിന്തയിലായിരുന്നു. കാരണം രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം. അവളും ആദർശാനും തമ്മിലുള്ള പ്രശ്നം എന്താണ്, ആദർശാണ് ഇനി അവളെ ഇഷ്ടമാണോ, തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ. അതിനു വേണ്ടിയിട്ടാണ് വേണി ഒരു ഗർഭ നാടകം തന്നെ കളിച്ചത്. ആദർശനായിട്ടൊരു പണി കൊടുക്കാനായിട്ട്. തനിക്കിട്ടൊരു പണി തന്നാണല്ലോ രഞ്ജുവിന്റെ പേരും പറഞ്ഞു. അപ്പൊ അത് മനഃപൂർവ്വം തിരിച്ചൊരു പണി കൊടുത്താണ്. പിന്നീട് വേണി എന്ത് ചെയ്യുവാണ്, തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പേര് ഓരോ ദിവസം ഓരോ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അവസാനം ആദർശം അടുത്തു. ആദർശം വേണിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വേണിയെ ഒന്ന് സങ്കടപ്പെടുത്താൻ പോലും വീട്ടിലുള്ളവർ സമ്മതിച്ചിരുന്നില്ല. അവരുടെ എല്ലാം മനസ്സിലെ വിചാരം എന്താ, വേണി ഗർഭിണിയാണ്, വേണിയുടെ മനസ്സ് വേദനിച്ചു കൂടല്ലോ. അവസാനം പ്രൊഫസറും നന്ദിനിയമ്മയൊക്കെ പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യണമെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ആദർശിലൊരു ഞെട്ടലുണ്ടായി. ഹോസ്പിറ്റലിലേക്ക് പോയി എന്തെന്നും പറഞ്ഞാ പോണേ, ഇവള് പ്രഗ്നന്റ് അല്ലല്ലോ. പക്ഷെ ആ സത്യം ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതൊന്നും ആദർശിന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറയാനും പറ്റില്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി. താൻ രഞ്ജുവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ തനിക്ക് ബന്ധമൊന്നുമില്ല എങ്കിൽ പോലും രഞ്ജുവായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ഒരിക്കലും സഹിക്കില്ലെന്ന് നന്നായിട്ട് അറിയാം ആദർശിന്. അപ്പൊ ആദർശ് ആകെപ്പാടെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു അവസ്ഥയായിപ്പോയി ആദർശിന്. വേണി പറയുന്നതൊക്കെ അനുസരിക്കാനോ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. വേണി പറയുന്ന അതിനകത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ആദർശ്. ഈ സമയത്തൊക്കെ ആദർശിന് ഉള്ളിലുണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നൊക്കെ. പക്ഷെ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. വേണി ആരാ മോള്. വേണി പതുക്കെ ആദർശിന്റെ ഫോണിൽ നിന്ന് രഞ്ജുവിന് നമ്പർ എടുക്കുന്നുണ്ട്. രഞ്ജുവിന് നമ്പർ എടുത്തിട്ട് വേണിയാന്നുള്ള രീതിയിലല്ല, വേറെ ഒരാളാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രഞ്ജുവിന്റെ വീട് എവിടെയാന്നൊക്കെ കണ്ടെത്തുവാണ്. രഞ്ജുവിന്റെ വീട്ടിൽ പോകണം, അവളെ കാണണം, ആദർശേണ്ണൻ കൂട്ടി വേണം പോകാനെന്നൊക്കെ ഒരു ചിന്ത വേണിയുടെ ഉള്ളിലുണ്ടാവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനെന്ന് പറഞ്ഞ് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് വേണി ആ രഹസ്യം ആദർശനോട് പറയുന്നേ, നമ്മൾ പോകുന്നേ ആദർശേട്ട ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്, അത് ആദർശേട്ടനും അറിയാലോ. അപ്പൊ ആദർശം ഓർത്തോണ്ടിരുന്നേ ഹോസ്പിറ്റലിലേക്കാന്നും പറഞ്ഞ് പോയിട്ട് എവിടെയെങ്കിലും കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിക്കാം. പക്ഷെ വേണിയുടെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല. വേണി പറഞ്ഞു നമ്മള് രഞ്ജുവിന്റെ അടുത്തേക്കാ പോകാൻ പോകുന്നത്, രഞ്ജുവിന്റെ വീട്ടിലേക്കാന്ന് പറയാണ്.
അത് കേട്ടോ ആദർശിലൊരു ഞെട്ടലുണ്ടായി. രഞ്ജുവിന്റെ വീട്ടിലേക്കോ? അതെന്തിനാ അങ്ങോട്ടെന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ട്, നമ്മൾ രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകണോ ആദർശേട്ടാന്ന് പറയണം. അപ്പൊ വേണിയുടെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനെ ആദർശേട്ടനെ കൈയോടെ പിടികൊള്ളണം, കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊളിച്ചെടുക്കണം, ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പോകുവാണ് ഇവർ രണ്ടുപേരും കൂടെ. പോകുന്ന വഴിക്ക് വേണു പറഞ്ഞ് എനിക്കൊരു കരിക്കും വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്, ദാഹിക്കുന്നു പറഞ്ഞ്. അങ്ങനെ ഒരു സൈഡിൽ നിർത്തി വണ്ടി. അപ്പൊ ആദർശ് എന്ത് ചെയ്യണം, ഫോണും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കുവാണ്. ഈ സമയത്ത് വേണി എന്ത് ചെയ്യുക, കരിക്കും വെള്ളം കുടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കാറ് നേരെ ആദർശ് നേരെ പാഞ്ഞെടുക്കുന്ന കണ്ടത്. കാരണം ആദർശിനെ ഇടിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് മനസ്സിലായി. വേണി ആദർശാട്ടാന്ന് വിളിച്ച് ഓടി അങ്ങ് ചെല്ലുന്നുണ്ട്. ഈ വിളി കേട്ടതും ആദർശിനെ എട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ജസ്റ്റ് ഇടിച്ചില്ലെന്ന മട്ടില് ആ കാർ അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വേണിക്ക് ആദർശിനെ മനസ്സിലായി മനഃപൂർവ്വം ആരോ കഴുതി കൂട്ടി ചെയ്തതെന്ന്. പക്ഷെ ആരാന്നത് കണ്ടെത്താൻ പറ്റിയില്ല. ധ്രുവന്റെ ആൾക്കാരായിരുന്നു. ധ്രുവൻ ഇല്ലാതാക്കാനായിട്ട് ആദർശിനെ ഇല്ലാതാക്കാൻ വന്നാണ്. ഇതിൻ്റെയൊക്കെ ധ്രുവനും അഫ്സലും ഷാനും ഒക്കെ ആ വലിയ പ്ലാനുകളും പത്തുകളും ഒക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ആദർശിനെ എങ്ങനെ ഇല്ലാതാക്കണം, അങ്ങനെ ആ ഒരു പ്ലാനിൽ വന്ന കാര്യമായിരുന്നു കാർ ഇടിപ്പിച്ച് കൊല്ലാം. ആർക്കും ഒരു സംശയം തോന്നത്തില്ല, ധ്രുവൻ ജീവിച്ചിരിപ്പണെന്ന് പോലും ആർക്കും അറിയത്തില്ലോ. അപ്പൊ അങ്ങനെ ആദർശിനെ കൊല്ലാനായിട്ട് ധ്രുവന്റെ ആൾക്കാരായിരുന്നു ആ വന്നിരുന്നത്. പക്ഷെ വേണി കൃത്യസമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഒരു വലിയ അപകടം ഒഴിവായി കിട്ടുവാണ്. ആദർശിന് മനസ്സിലായി തന്നെ ചുറ്റും ശത്രുക്കൾ ആരോ ഉണ്ട്, തന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ച. പക്ഷെ ആരാന്നുള്ള കാര്യം ആദർശിന് അറിയില്ലായിരുന്നു. അവസാനം ആദർശിനും വേണിക്കും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട വന്നു. രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകേണ്ട ഇറങ്ങി ആ പോക്കൊക്കെ മുടങ്ങാണ്. പക്ഷെ വേണി അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല. രഞ്ജുവായിട്ടുള്ള സത്യങ്ങൾ അവൾ ആരാണ് എന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ വേണി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കമലയെ രക്ഷിക്കാനായിട്ട് ഗൗരി ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.